നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേരളത്തിൽ ഹർത്താലിന് സമാനമാണ് പണിമുടക്ക്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിൽ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയും ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിനും ആണവോർജ്ജ മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിനും എതിരെയുമാണ് പണിമുടക്ക് നടക്കുന്നത്. ഓഫീസുകൾ ഭൂരിപക്ഷവും അടഞ്ഞുകിടക്കുന്നു. വാഹനങ്ങൾ ഓടുന്നില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ തുടരുകയാണ്. CITU, INTUC, AITC തുടങ്ങി 10 തൊഴിലാളി സംഘടനകളും ദേശീയ തൊഴിലാളി ഫെഡറേഷനുമാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. CPM, CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ-US വ്യാപാര കരാറിലൂടെ രാജ്യത്തെ കർഷകരുടെ താൽപ്പര്യങ്ങൾ US മുന്നിൽ അടിയറവ് വെച്ചെന്നും കർഷകരെ വഞ്ചിച്ചെന്നും ചൂണ്ടി സംയുക്ത കിസാൻ മോർച്ചയും കഴിഞ്ഞ ദിവസം ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ പണിമുടക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് തൊഴിലാളികളും കർഷകരും തങ്ങളുടെ അവകാശങ്ങൾക്കായി സമരരംഗത്ത് ഇറങ്ങുമെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ ലേബർ കോഡുകൾ തങ്ങളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് തൊഴിലാളികൾ ഭയപ്പെടുന്നു. വ്യാപാര കരാറുകൾ തങ്ങളുടെ ഉപജീവനം മുടക്കുമെന്ന് കർഷകർക്ക് ആശങ്കയുണ്ട്. മോദി ഇനിയെങ്കിലും അവരെ കേൾക്കുമോ, അതോ മോദിക്ക് മേലുള്ള പിടുത്തം അത്ര കടുത്തതാണോ എന്നായിരുന്നു രാഹുലിൻ്റെ എക്സിലെ പ്രതികരണം. തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങളോടും പോരാട്ടങ്ങളോടുമുള്ള പിന്തുണയിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത നോക്കാം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കണമെന്ന ആവശ്യവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് MP നിഷികാന്ത് ദുബെ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. രാഹുൽ ഗാന്ധി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നും അതിനാൽ രാഹുലിൻ്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്നും തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നുമാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യം. രാഹുൽ ഗാന്ധി സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തിയെന്നും ആരോപിച്ച് അവകാശ ലംഘന നോട്ടീസ് കൊണ്ടുവരുമെന്ന് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞതിന് പിന്നാലെയാണ് നടപടി. ഫെബ്രുവരി 2 മുൻ സൈനിക മേധാവി ജനറൽ MM നരവണയുടെ പ്രകാശനം ചെയ്യപ്പെടാത്ത ഓർമ്മക്കുറിപ്പിൽ നിന്ന് 2020 ഇന്ത്യ-ചൈന അതിർത്തി സംഘർഷത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി സഭയിൽ ഉദ്ധരിക്കാൻ ശ്രമിച്ചത് വലിയ വാക്പോരിന് കാരണമായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഭരണപക്ഷത്തിൻ്റെ രാഹുലിനെതിരായ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ബജറ്റ് ചർച്ചയ്ക്കിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഗവൺമെൻറ് രാജ്യത്തെ വിറ്റുതുലച്ചെന്നും ഇന്ത്യ-US വ്യാപാര കരാർ രാജ്യത്തെ മൊത്തമായി അടിയറവ് വയ്ക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിനിടെ വ്യാപാര കരാറിലെ ജനവിരുദ്ധ വ്യവസ്ഥകൾക്കെതിരെയും കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പ്രതിപക്ഷ MPമാർ വ്യാഴാഴ്ച പാർലമെൻറ്റിലെ മഗർദ്വാറിന് മുന്നിൽ പ്രതിഷേധം തുടരുകയുമാണ്. ജനുവരി 28 ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിൽ മൊത്തം 30 ദിവസം സഭ സമ്മേളിക്കാനായിരുന്നു തീരുമാനം. ഫെബ്രുവരി 13 സഭ താൽക്കാലികമായി പിരിയുകയും വിവിധ മന്ത്രാലയങ്ങളുടെ ഗ്രാൻറ്റുകൾ പരിശോധിക്കുന്നതിനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് സമയം നൽകിയ ശേഷം മാർച്ച് 9 വീണ്ടും ചേരുകയും ചെയ്യും. ഏപ്രിൽ 2 സമ്മേളനം അവസാനിക്കുക. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ബഹുജന പ്രക്ഷോഭത്തിലൂടെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പുറത്താക്കപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 50ലേറെ പാർട്ടികളിൽ നിന്നായി 1981 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയതിനാൽ ഹസീനയുടെ അവാമി ലീഗ് മത്സരരംഗത്തില്ല. വ്യാഴാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാത്രിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. തെരഞ്ഞെടുപ്പിനൊപ്പം ഭരണഘടനാ പരിഷ്കാരങ്ങളടക്കം ഉറപ്പാക്കുന്ന ജൂലൈ ചാർട്ടർ നടപ്പിലാക്കണോ എന്ന കാര്യത്തിൽ ഹിതപരിശോധനയും നടത്തുന്നുണ്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി നാഷണൽ സിറ്റിസൺ പാർട്ടി എന്നിവർ ചേർന്ന സഖ്യവും ചേർന്നാണ് മത്സരരംഗത്തുള്ളത്. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ രൂപീകരിച്ച പാർട്ടിയാണ് നാഷണൽ സിറ്റിസൺസ് പാർട്ടി. ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാനാണ് BNPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ആകെ 12.7 കോടി വോട്ടർമാരിൽ 44% 18-നും 37-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഹസീനയുടെ ഭരണകാലത്ത് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്ന പലരും ഇത്തവണ ആദ്യമായാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. സംഘർഷ സാധ്യതകളും അക്രമ സംഭവങ്ങളും മുൻനിർത്തി വലിയ സുരക്ഷാ സംവിധാനമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. 10 ലക്ഷത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പ് സുഗമമാക്കാനായി വിന്യസിച്ചിട്ടുള്ളത്. 2024 ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത്. യൂറോപ്യൻ യൂണിയൻ, കോമൺവെൽത്ത് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനയിൽ നിന്നുള്ള 500ഓളം നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് സുതാര്യമാണെന്ന് ഉറപ്പുവരുത്താൻ ബംഗ്ലാദേശിൽ ഇതിനകം എത്തിയിട്ടുമുണ്ട്.